ഹായ്. അങ്ങനെ വണ്ടി എടുത്തു. കറക്റ്റ് ഒരു മാസമായപ്പോഴാണ് നമ്മുടെ ചാർജർ വരുന്നത്, ഫാസ്റ്റ് ചാർജർ വരുന്നത്. ഒന്നും ഏകദേശം കണക്ഷനിൽ കൊടുത്തിട്ട് ഇവർ പ്രശ്നമല്ല. ഞാൻ ഈ ഇലക്ട്രിസിറ്റി കണക്ഷനിൽ കൊടുത്തിട്ട് ഏകദേശം 1.5 മാസത്തോളം എടുത്തു 3 ഫേസ് കണക്ഷൻ ഒന്നും ആയിക്കിട്ടാൻ. ഇപ്പോൾ ഏകദേശം വണ്ടി എടുത്തു ഒരു മാസമായി കറക്റ്റ്. അപ്പോഴാണ് 3 ഫേസ് കണക്ഷൻ കിട്ടിയത്. അത് വിളിച്ച് അപ്പോഴെന്നെ അവർ പിറ്റേന്ന് തന്നെ വന്ന് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അത് പിറ്റേ ദിവസം തന്നെ രാവിലെ കാലത്ത് 10 മണിയാകുമ്പോഴേ വന്നു. അവർ ഇൻസ്റ്റാളേഷൻ പരിപാടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശമൊക്കെ ഒരുവിധമൊക്കെ ആയി. വീടുകളൊക്കെ ഞാൻ ഒന്ന് സ്പീഡാക്കി എടുത്താണെന്നേ ഉള്ളൂ. ഒന്ന് കുറേ അത്യാവശ്യമുള്ളത് മാത്രമേ എടുത്തുള്ളൂ. ഒരുപാട് നേരം ഞാൻ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. കുറച്ച് ഫിറ്റ് ചെയ്യുന്നെടുത്ത് പിന്നെ കുറച്ച് ബാക്കി കഴിഞ്ഞ ദിവസം തന്നെയാണ് എടുത്തത്. അപ്പോൾ ഏകദേശമൊക്കെ ഫിറ്റിങ്സൊക്കെ ഒരുവിധം ആയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ കഴിഞ്ഞ് കുറച്ച് ഫിറ്റിങ്സും കൂടെ ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞാൽ ഏകദേശമൊക്കെ ഒരുവിധം ഫിറ്റിങ്സ് ആവും. പിന്നെ അത് കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് പണികളുള്ളൂ. ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. ഫിറ്റ് ചെയ്തിട്ട് പിന്നെ എങ്ങനെ ചാർജ് കയറുന്നുണ്ടോ എങ്ങനെയെന്നുള്ളതൊക്കെ നോക്കിയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. ഇവർ പറയുന്നത് 5 മണിക്കൂർ 6 മണിക്കൂറാണ് ഫുൾ ചാർജിങ്ങിനെന്ന് പറയുന്നത്. ഇതിലിപ്പോൾ ഏകദേശം ഒരു 75% ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ ചാർജ് ഉണ്ട്. ഇനി ഇത് എത്ര ടൈം വരെ ഇതാക്കുമെന്ന് നോക്കണം. എത്ര ടൈം കൊണ്ട് ഫുള്ളാവും എന്നുള്ളതൊന്ന് നോക്കിയിട്ട് അപ്പോൾ ഇവനതിന് കറക്റ്റ് ഏകദേശം അറിയുള്ളൂ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 80% മുതലല്ല കുറച്ച് ലോ ആയിട്ട് കയറുന്നത്. അപ്പോൾ അതിലെത്ര കയറുന്നു എന്നുള്ളത് നോക്കിയാലേ ഇതിൻ്റെ കറക്റ്റ് അറിയുള്ളൂ. അപ്പോൾ ഏകദേശം ചാർജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എത്ര ടൈം കൊണ്ട് നമുക്കത് ഫുള്ളാവും എന്നുള്ളതും കൂടെ ഒന്ന് നോക്കാം. അത് കഴിഞ്ഞ് പിന്നെ ഏകദേശം ബാക്കി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഏകദേശം വീഡിയോ വൈൻഡപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിൽ നോക്കിയാലറിയാം 75% അതിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. 75% ഇപ്പോൾ അതിൽ ചാർജ് ഉണ്ട്. അത് കഴിഞ്ഞ് ഏകദേശം ചാർജൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ 1.5 മണിക്കൂറിലേറെ ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ചാർജ് അത് ഊരാൻ പോവുകയാണ്. അപ്പോൾ ഊരിട്ടിഞ്ഞ് ചെക്ക് ഏകദേശമൊക്കെ ഫുള്ളായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം അത് ഊരിയപ്പോഴേക്കും 1 മണിക്കൂർ 45 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴേക്കും അത് 100% ആയി. ചാർജ് ഏതായാലും ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചാർജ് ആവുമെന്നുള്ളത് ശരി തന്നെയാണ്. കണ്ടിട്ട് നല്ലൊരു ഇതൊക്കെ കാണുന്നുണ്ട്, ക്വാളിറ്റിയൊക്കെ കാണുന്നുണ്ട്. ഒന്ന് ഉഷാറായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഏകദേശമൊക്കെ ചാർജൊക്കെ ഫുള്ളായി പോലെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് ഒന്നുകൂടെ നോക്കുകയാണ്. ആ കാർഡൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടൊരു പരിപാടിയായി. കാരണം നമ്മൾ ചാർജർ പിന്നെ നമ്മൾ വീട്ടിലില്ലെങ്കിലും പുറത്തുനിന്ന് ആരും വന്നിട്ടൊന്നും ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. കാരണം ഈ കാർഡ് സ്വൈപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കോയിൻസ് പോലെ ഒരു ചെറിയ മുട്ടുണ്ട്, ഇത് കോയിൻസ് ചെയ്യണം. അപ്പോൾ വേണ്ടിയില്ല, ഹംദാൻ്റെ കയ്യിൽ കാർഡുണ്ട്. ഹംദാനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് പരിശീലിപ്പിക്കണം. ഇതിങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാലേ ചാർജ് സ്റ്റാർട്ടാവുള്ളൂ. ചാർജ് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ അതേപോലെ അത് ഓഫ് ചെയ്യണമെങ്കിലും അത് സ്വൈപ്പ് ചെയ്തിട്ടാണ് ഓഫ് ചെയ്യണം എന്നാണ് പറഞ്ഞത് അവർ. ഏകദേശം കുഴപ്പമില്ല, നല്ല ഉഷാറായിട്ട് ചാർജ് കയറി. ഒരു 1.25 മണിക്കൂർ കൊണ്ട് ഏകദേശം ചാർജൊക്കെ ഫുള്ളായിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഹംദാനക്കൊന്ന് ചാർജിങ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഞാൻ നിർത്തിയിട്ട് പോകുമ്പോൾ ഹംദാനെ കൊണ്ട് ചാർജ് ചെയ്യിപ്പിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ ഇട്ട് കാണിച്ചപ്പോൾ കാർഡ് എടുത്ത് അതിൽ സ്വൈപ്പ് ചെയ്ത് അത് ആദ്യം സ്വിച്ച് ഒന്ന് ഓണാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓറഞ്ച് കളർ കത്തി സ്റ്റാർട്ടായി. അവനത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ചാർജ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അവനക്കൊന്ന് കാണിച്ചു കൊടുത്താണ്. അപ്പോൾ എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നതെന്നുള്ളത് അവനെക്കൊണ്ടൊന്ന് പറഞ്ഞ് മനസ്സിലായിരുന്നു. ഇപ്പോൾ പോകുമ്പോഴേക്കും കണ്ടാൽ മോമിയൊക്കെ വിളിച്ച് പറഞ്ഞ് അവൻ ചാർജ് ചെയ്തോളും എന്നുള്ളതിൽ. ഓക്കെ, അപ്പോൾ ഇനി കൂടുതൽ ഇതായില്ല, വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്.